അവരെ എ ബി പിക്കാർ എൻ്റെ വീട്ടിൽ വരാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് പ്രശ്നം വല്ലതും ഉണ്ടോ? അല്ല, എല്ലാ കാര്യവും എല്ലാവരും യോജിക്കണമെന്നില്ലല്ലോ. നമ്മളതിന് നിർബന്ധം പിടിക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് AISF സമരം ചെയ്യുന്ന എന്ത് ചെയ്യാൻ നിങ്ങൾ തന്നെ പറ, എന്ത് ചെയ്യുന്നു? കേരളത്തിൽ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് PM ശ്രീ സ്കൂൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിക്കുമ്പോൾ അപ്പോൾ ആലോചിക്കാം. അല്ല, ഇല്ല. SCRT ആണ്, NCRT അല്ല. SCRT ഇതിൽ NEP-യിലല്ലേ വായിക്കുന്നത്. അതിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, സ്റ്റേറ്റ്സ് വിൽ പ്രിപ്പയർ ദെയർ ഓൺ കറിക്കുലർ വിച്ച് മേ ബി ബേസ്ഡ് ഓൺ ദ NCFSC prepared by NCRT to the extent possible, and prepare textbooks which may be based on the NCRT textbook materials to the extent possible. States will prepare based on NCRT to the extent possible. To the extent ശരിയാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുന്നോട്ടെ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുന്നോട്ടെ. പോസിബിൾ എന്നൊരു വാക്കുണ്ടല്ലോ, ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ എന്നുണ്ടല്ലോ. ആൻഡ് വൺ മോർ തിങ് ഞാൻ അഗൈൻ പറയാം. നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത് ഒന്നുകൂടി പറയാം. PM ഉഷ ഹയർ എഡ്യൂക്കേഷനുടെ MOU ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് പ്രിപ്പറേഷൻ ഓഫ് ദ PM ഉഷ പ്ലാൻ വിത്തിൻ ദ ഗൈഡ് ലൈൻസ് ആൻഡ് നോംസ് ഓഫ് ദ സ്കീം ഇൻ ദ ലൈറ്റ് ഓഫ് ദ NEP 2020 നമ്മൾ അത് നടപ്പിലാക്കി നമ്മളുടെ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസ വാങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു ആശങ്ക ആവശ്യമില്ല. അത് ഒന്നും കൂടി ആവർത്തിക്കാം. യെസ്, ഇനിയിപ്പോൾ നമുക്ക് ഇരിക്കാം. ഞാനത് പറഞ്ഞല്ലോ, പണിയണ്ട. വീണ്ടും നമ്മൾ ആവർത്തി ചോദിക്കുന്നത് ശരിയല്ലോ. ഏതാ? അല്ല, എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന നേതാക്കന്മാരുണ്ട്. ബിനോയ് വിശ്വത്തിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ആയിക്കോളും എന്ന് പറഞ്ഞില്ലല്ലേ ഞാൻ. നിലപാട് മാറ്റി വെച്ചാൽ അതിൻ്റെ NEP-യുടെ A to Z വരെയുള്ള കാര്യങ്ങൾ നിലപാട് മാറ്റി നടത്തമുണ്ടോ? അതെ. ഒരാൾ സംസാരിക്കല്ലേ എന്ന് അങ്ങനെ നമ്മൾ ഒരു എപ്പോഴും എണീറ്റ് നിന്ന് എങ്ങനെയാണ് ശരിയാവുന്നത്? മണിയണ്ണെ പോലുള്ള ഒരു സീനിയർ ആളുള്ള സംസാരിക്കുക വളരെ മോശമല്ലേ? പൊതുജനങ്ങൾക്കൊന്നും ഒരു സംശയത്തിൻ്റെ പ്രശ്നമില്ല. അവരെ വിശദീകരിക്കുന്നതിനും ഒരു പ്രശ്നമില്ല. ഇലക്ഷൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളെക്കാൾ വലിയ ഉത്കണ്ഠ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. മാതൃഭൂമിക്ക് വലിയ ഉത്കണ്ഠ അതൊന്നും ഒരു പ്രശ്നമല്ല. മണിയുണ്ടോ, നമുക്ക് ഒരുമിച്ച് നിന്ന് അങ്ങ് ഇലക്ഷനൊക്കെ അല്ല. അങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യം ഉത്തരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? പറയട്ടെ ഒന്നുകൂടെ ചോദ്യം. അല്ല, അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം നമ്മൾ ഒപ്പിട്ടിരിക്കുന്ന NEP ആണല്ലോ. പറഞ്ഞ് തീർക്കാൻ സമയം. NEP നടപ്പിലാക്കും എന്നുള്ളതാണല്ലോ ഒപ്പിട്ടിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞത് NEP നടപ്പിലാക്കുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സംസ്കാരവും വിദ്യാഭ്യാസ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊക്കെ ഉണ്ട്. അതനുസരിച്ചായിരിക്കും നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഒപ്പിട്ടേക്ക് ശരി തന്നെ. അല്ല, നിങ്ങൾക്ക് അത് അപ്പോഴും പറഞ്ഞ് നമ്മൾ അനുഭവിച്ചോളാം, കുഴപ്പമില്ല. ഇല്ലേ? ഉറപ്പാണോ? അതാ നമ്മുടെ ആ കുട്ടിയുടെ പറഞ്ഞു. ഇത് കേട്ടോ. പൈസ വാങ്ങുന്നില്ല. ഫണ്ടും വാങ്ങുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, PM ശ്രീക്ക് വേണ്ടിയോ വാങ്ങുന്നില്ല? നമുക്ക് ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയില്ലേ? നമുക്ക് നാളെയും വേണ്ട കാര്യങ്ങൾ.
ഇന്നിപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ബിനോയ് വിശ്വത്തിൻ്റെ പത്രസമ്മേളനമുണ്ട്, ഗോമി ഗോവിന്ദ മാഷിൻ്റെ കഴിഞ്ഞു, എൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലായല്ലോ. അല്ല, അത് നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുന്നതാണ്. ഇത് വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നത്. അല്ല, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മന്ത്രിയുടെ ഒരു കത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവർ വളരെ പെട്ടെന്ന് ആയിട്ട് ഈ കാര്യങ്ങൾ ഒരു തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമയക്കുറവ് വന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അതിനിപ്പം നമുക്ക് ബുദ്ധിമുട്ടില്ല, അത് നല്ലതല്ലേ. അവർ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് തന്നെയല്ലോ കേന്ദ്ര ഗവൺമെൻറ്റും. അല്ല, അത് അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തി, അവർ പറയാമല്ലോ, അവരുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.